എല്ലാ പ്രണയങ്ങളും നല്ല ഓർമ്മകൾ നിറഞ്ഞതും മാത്രമല്ല, അതങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് കാറൽ ട്രാൻസ്ലർ എന്ന വ്യക്തിയുടെ ജീവിതം തന്നെ. കാറൽ തൻ്റെ ഭാര്യയോടും 2 മക്കളോടുമൊപ്പം ഫ്ലോറിഡയിൽ താമസിക്കുമ്പോഴാണ് US മറൈൻ ഹോസ്പിറ്റലിൽ റേഡിയോളജിക്കൽ വിഭാഗത്തിൽ ടെക്നീഷ്യനായിട്ട് ജോലി ലഭിക്കുന്നത്. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിലെ തന്നെ ക്വാർട്ടേഴ്സിലേക്ക് കാറൽ താമസം മാറുകയാണ്. അതിനുശേഷം അവിടെ ഇങ്ങനെ ജോലി ചെയ്തു പോവുകയെ 1930 ഓഗസ്റ്റ് 22 മേരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. കണ്ട ഉടനെ തന്നെ കാറലിന് അമിതമായൊരു പ്രണയം ആ പെൺകുട്ടിയോട് തോന്നുകയാണ്. നമ്മൾ ഈ പറയുന്ന ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നും പറഞ്ഞ് അതിനെ അങ്ങനെ ചെറുതാക്കാൻ കഴിയില്ല. കാരണം കാറൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മുഖം തൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അന്ന് തന്നെ ഈ പെൺകുട്ടിയെ തൻ്റെ ക്രഷാക്കി കാറൽ മാറ്റുകയും ചെയ്തിരുന്നു. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ നേരിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വെറുതെ വിടാനാകുമോ? അതുകൊണ്ട് തന്നെ അമിതമായ പ്രണയം കൊണ്ട് ഇങ്ങനെ കാറൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കാറൽ ചെയ്തു കൊടുക്കും. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും തിരിച്ചു വരാൻ കഴിയാത്തത്ര ഒരു മോശമായ രോഗാവസ്ഥയായിരുന്നു മേരിയുടേത്. TB എന്ന് പറയുന്ന അസുഖം. അതായത് ഇപ്പോഴത്തെ ഒരു കാലത്തെ പോലെ അതങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ആ കാലത്താകുമായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു രോഗത്തിനും തൻ്റെ മേരിയെ വിട്ടുകൊടുക്കില്ല എന്നൊരു ദൃഢനിശ്ചയം കാറലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടെ പലതരം മരുന്നുകളും മേരിയിൽ കാറൽ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, മേരിയുടെ വീട്ടിൽ സ്വന്തമായ ഒരു എക്സ്റേ മെഷീൻ വരെ വാങ്ങി നൽകി. അതായത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് അപ്പോൾ തന്നെ അറിയുന്നതിനായിരുന്നു ഈ തരത്തിലൊക്കെ കാറൽ ചെയ്തത്. എല്ലാം കൊണ്ടും മേരിയുടെ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് നടത്തുകയാണ്. പക്ഷേ 2 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ 1932 ഒക്ടോബറിൽ മേരി മരണമടയുകയും ചെയ്തു. ഇത് കാറലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദുഃഖമായി തന്നെ മാറി. പക്ഷേ എന്നിരുന്നാലും മരണം എന്നത് അംഗീകരിച്ചല്ലേ മതിയാവും. അങ്ങനെ മേരിയെ അടക്കുന്നതിനുള്ള പണമാകട്ടെ എല്ലാം കാറൽ തന്നെ ചെലവാക്കി. ശവകുടീരം നിർമ്മിക്കുന്നതിന് വളരെ മനോഹരമായിട്ട് തന്നെ മേരിയെ അടക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ തന്നെ നിർമ്മിച്ചെടുക്കുക. അതിനുള്ള ചെലവുകളെല്ലാം തന്നെ കാറൽ ചെയ്തു. അതിനുശേഷം കാറലിൻ്റെ ജോലി പോവുകയാണ്. വേറൊന്നുമല്ല, ഏത് സമയം നോക്കിയാലും മേരിയുടെ കല്ലറയുടെ അരികിലാണ്. ജോലിയിലൊന്നും ഒരു ശ്രദ്ധയില്ല. ജോലിയാണെങ്കിൽ തന്നെ ചെയ്യുന്നതെല്ലാം വളരെ മോശമായിട്ടും. അങ്ങനെ കാറലിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. 1932 മേരിയുടെ മരണമെങ്കിൽ ഏകദേശം 2 വർഷത്തോളം ഈ തരത്തിൽ കാറൽ മുന്നോട്ട് പോവുകയാണ്. അതോടുകൂടി കാറലിന് മനസ്സിലാകുന്നു ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ പറ്റില്ല. കാരണം മേരിയുടെ കല്ലറയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ തനിക്കൊരു പ്രൈവസി ലഭിക്കുന്നില്ല. എല്ലാവരുടെയും ഒരു നോട്ടമൊക്കെ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യാനാകും? പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മേരിയെ തന്നെ തൻ്റെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം ആ ശവക്കല്ലറ പൊളിച്ച് മേരിയുടെ ജഡം തൻ്റെ വീട്ടിലേക്ക് കാറൽ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, ഏകദേശം 2 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ശവശരീരം എത്രത്തോളം അഴുകിയ നിലയിലായിരിക്കും എന്നുള്ളത്. കണ്ണിൻ്റെ ഭാഗമൊന്നും തന്നെ ഇല്ലായിരുന്നു. അവിടെ ഗ്ലാസിൻ്റെ കണ്ണ് ഘടിപ്പിച്ചു. പിന്നീട് അഴുകിപ്പോയ ഭാഗങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്ററും പിന്നെ ഈ പറഞ്ഞ വാക്സും ഒക്കെ ഉപയോഗിച്ച് തേച്ച് പിടിപ്പിച്ച് അവിടെയൊക്കെ തന്നെ തുണി കൊണ്ട് കവർ ചെയ്തു. അതിനുശേഷം ആ ഒരു മുഖം അത്രത്തോളം ഭംഗിയുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടി ഐബ്രോ ചെയ്തു കൊടുത്തു, ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. പിന്നീട് മേരിയുടെ മുടി തന്നെ ഉപയോഗിച്ചൊരു വിഗ് പണിഞ്ഞ് ആ ഒരു ശവശരീരത്തിൽ ഘടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിലുണ്ടായാൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ കാറലങ്ങ് മാറുകയാണ്. എത്രയും പെട്ടെന്ന് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും എന്തിനേലും ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തും. ആ ഒരു ഡോളുമായിട്ട് ഡാൻസ് ചെയ്യും. ഇതൊക്കെ പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ അവർ കരുതിയിരുന്നത് ഏതോ ഒരു ഡോളിനെ വാങ്ങി വെച്ച് കാറൽ താമസിക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷെ പതിവില്ലാതെ സ്ത്രീകളുടെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതൊക്കെ തന്നെ അയൽക്കാരിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം, അതായത് മേരിയുടെ ആ ഒരു മരണത്തിൻ്റെ ഓർമ്മ ദിവസം തന്നെ മേരിയുടെ സഹോദരി കാറലിനെ കാണാൻ വേണ്ടി എത്തുകയാണ്. കാരണം ഇവർക്കൊക്കെ അറിയാമായിരുന്നു മേരിയിൽ ഒരു അമിതമായ സ്നേഹം കാറലിനുണ്ട്. അപ്പോൾ ഒരു ഓർമ്മ ദിനം അദ്ദേഹത്തെ അല്ലേ ശരിക്കും കാണേണ്ടതെന്നുള്ളൊരു ചിന്തയാണ് ഇത്തരത്തിൽ മേരിയുടെ സഹോദരി ആ വീട്ടിലേക്ക് വരാൻ കാരണമായത്. എന്നാൽ അവിടെ വന്ന് കണ്ട ആ ഒരു ഡോളിനെ കണ്ട ഉടൻ തന്നെ മേരിയുടെ സഹോദരിക്ക് എന്തൊക്കെയോ അബദ്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. അങ്ങനെ തന്നെ ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. റിപ്പോർട്ട് ചെയ്ത് പോലീസ് അവിടെ എത്തുമ്പോൾ ശരിയാണ്, മേരിയുടെ ശവശരീരമാണ് ഈ തരത്തിൽ പോളിഷൊക്കെ ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. അഴുകിയ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച് ആ ഒരു അഴുകിപ്പോയ ഭാഗങ്ങൾ, ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം പറയുന്നത് ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്ത് ഒരു പേപ്പർ റോൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ശവശരീരവുമായിട്ട് ഇയാൾ ഭോഗിക്കാറുണ്ടായിരുന്നു എന്നുള്ള തരത്തിലേക്ക് വരെ ന്യൂസുകൾ പുറത്തേക്ക് വരികയുണ്ടായി. പക്ഷേ ഇതിൻ്റെ മേൽ വലിയ സ്ഥിരീകരണമൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലാണ് പറയപ്പെടുന്നത്. ഇതോടുകൂടി വലിയൊരു ഞെട്ടലാണ് ആ നാട്ടുകാർക്ക് മൊത്തം ഉണ്ടായിരിക്കുന്നത്. കാരണം 7 വർഷത്തോളം ഒരു ജഡവുമായി ഈ ഒരാൾ താമസിച്ചിരിക്കുകയാണ്, ആർക്കും ഒരു സംശയവും കൊടുക്കാത്ത തരത്തിൽ. എന്നാൽ കോടതിയിലേക്ക് എത്തിയ ഉടനെ ഈ ഒരു കേസ് തേഞ്ഞു മാഞ്ഞു പോവുകയും കാറലിനെ വെറുതെ വിടുകയും ചെയ്തു. കാരണം വേറൊന്നുമല്ല, ഏതൊരു കുറ്റകൃത്യം നടന്നാലും അത് തെളിയിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് പ്രതിയെ ശിക്ഷിക്കുന്നതിനൊരു കാലയളവുണ്ടായിരുന്നു. ഇതിപ്പോൾ ക്രൈം നടന്നിട്ട് ഏകദേശം 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ കാറലിനെ ശിക്ഷിക്കാനാകില്ല എന്ന് പറഞ്ഞ് കാറലിനെ വെറുതെ വിടുകയും ചെയ്തു. ശേഷം മേരിയുടെ ശവശരീരം എവിടെയാണെന്ന് പറയാത്ത തരത്തിൽ, അതായത് എവിടെയും മെൻഷൻ ചെയ്യാതെ ഏതോ ഒരു ശവക്കല്ലറയിൽ അടക്കുകയും ചെയ്തു. കാരണം എവിടെയെങ്കിലും പേരോ തെളിവുകളോ ലഭിച്ചു കഴിഞ്ഞാൽ കാറൽ വീണ്ടും ഈ ശവശരീരത്തെ കുഴിച്ചെടുക്കുമോ എന്നുള്ള ഭയമായിരുന്നു ഇത്തരത്തിൽ ചെയ്യാൻ അവരെയൊക്കെ തന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതുകൊണ്ടൊന്നും അവസാനിക്കുന്ന ഒരു പ്രണയമായിരുന്നില്ല കാറലിൻ്റേത്. വീണ്ടും ഈ പറയുന്ന മേരിയെ പോലെ തന്നെ തോന്നിക്കുന്ന തരത്തിൽ ഒരു ഡോളിനെ ഉണ്ടാക്കിയെടുക്കുക. ആ ഡോളുമായിട്ടായിരുന്നു പിന്നീട് കാറലിൻ്റെ ജീവിതം. എന്തിനു പറയുന്നു, 1982 ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിലായി ഈ പറയുന്ന മേരി എന്ന ഡോൾ ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.